എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 8-1 മുതൽ 5 വരെ. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അവസാനമായി പറഞ്ഞ വലിയൊരു നിയോഗമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യരെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഇത് ആശ്ചര്യമായി നിറവേറപ്പെടുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. അതിനുള്ള മുഖാന്തരങ്ങൾ പലതായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖാന്തരമാണ് സ്തെഫാനോസിൻ്റെ മരണം. ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും സാക്ഷ്യം വഹിപ്പാൻ ശക്തീകരിക്കപ്പെട്ട വൃത്താന്തമാണ് 8 മുതലുള്ള അധ്യായം. പ്രധാന ദൗത്യത്തിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിപ്പിക്കാൻ സാത്താൻ ആവുന്ന ശ്രമം നടത്തി. യവനായ വിധവകൾക്ക് യഹൂദ വിധവകൾക്ക് ലഭിക്കുന്നത് പോലെ പരിഗണന ലഭിക്കുന്നില്ല എന്നായിരുന്നു ആദ്യത്തെ ഒരു പ്രശ്നം. യവനായ വിധവകൾക്ക് യഹൂദ വിധവകൾക്കും തമ്മിൽ ഒരു വലിയ സംഘർഷം നേരിടുകയാണ്. ഇത് സാത്താൻ കണ്ടുപിടിച്ച ഒരു തന്ത്രമായിരുന്നു. അതായത് സുവിശേഷ ദൗത്യത്തെക്കാൾ സാമൂഹ്യ മാനത്തിന് മുൻഗണന നൽകണം എന്നായിരുന്നു അവൻ്റെ ആലോചന. മുൻഗണനാ ക്രമത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പരിശുദ്ധാത്മാവ് അവിടെയും വ്യക്തമായ ആലോചന നൽകി. അതനുസരിച്ച് ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 സാമൂഹ്യ സേവനക്കാരെ തെരഞ്ഞെടുത്തു. ദൗത്യം അവരെ ഫലമേൽപ്പിച്ചു. സേവനത്തിനും ആത്മനിറവ് ആവശ്യമാണ്. അവരിൽ 2 പേർ സ്തെഫാനോസും ഫിലിപ്പോസും. യെരുശലേമിന് പുറത്ത് സുവിശേഷം വ്യാപിപ്പാൻ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടു. സ്തെഫാനോസിന്റെ പ്രവർത്തന വേദി യെരുശലേം ആയിരുന്നെങ്കിലും അവന് രക്തസാക്ഷിത്വ മരണം മൂലം ചിതറിക്കപ്പെട്ട വിശ്വാസികൾ യെരുശലേമിന് വെളിയിലും ക്രിസ്തീയ സാക്ഷ്യം നിറവേറ്റി. അവൻ്റെ രക്തസാക്ഷിത്വ മരണമാണ് ശൗലിൻ്റെ മാനസാന്തരത്തിന് കാരണമായി തീർന്നത്. അപ്പോൾ സഭയുടെ അതിർ വിസ്തൃതമാക്കാൻ ദൈവം പ്രവർത്തിച്ച വിധങ്ങൾ വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. ഒന്ന്, വിശ്വാസ സമൂഹം ചിതറിക്കപ്പെട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ആ കൂടെയാണ് ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോടുകൂടെ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പീഡനം സഭയ്ക്ക് അനുഗ്രഹ മുഖാന്തരമായി ഭവിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കേണ്ടുന്ന ഒരു വസ്തുതയാണിത്. പ്രതികൂലതകളും പ്രതിസന്ധികളും അനേകരെ തളർത്തിയിട്ടുണ്ട്. മറ്റനേകരെ ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. എല്ലാം അനുകൂലമായിരുന്നപ്പോൾ ദൈവം നല്ലവൻ, പ്രതികൂലമായപ്പോൾ ദൈവത്തെ ശപിച്ച് തള്ളിപ്പറയാൻ ആലോചന നൽകിയ സ്ത്രീയായിരുന്നു ഇയ്യോബിൻ്റെ ഭാര്യ. ജീവിതത്തിൽ സംഭവിക്കുന്നതെന്തും ദൈവിക പദ്ധതിയായി കാണാൻ സാധിച്ചാൽ ജീവിതം ധന്യമാകും. സംഭവിക്കുന്നതെന്തും അനുഗ്രഹമായി പരിണമിക്കും എന്നതിന് സംശയമില്ല.
ഒന്നിനു പുറകെ ഒന്നായി കൈപ്പേറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായത് അയവിറക്കി ജോസഫ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായത്തിൻ്റെ 20 വാക്യമാണ്. ദോഷം ഗുണമാക്കി തീർക്കുന്ന ദൈവം. മിസ്രയീമിൽ ധാന്യം കൊള്ളാൻ എല്ലാവരും, അതായത് യോസഫിൻ്റെ സഹോദരങ്ങളെയും അവിടേക്ക് അയക്കുമ്പോൾ ബെന്യാമീനെയും കൊണ്ടുപോയേ പറ്റൂ എന്ന് മക്കൾ ശഠിക്കുന്ന സമയത്ത് യാക്കോബ് പറഞ്ഞത്, യോസഫില്ല, ശിമയോനില്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും, സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്നാണ്. ഫറവോന്റെ പ്രധാനമന്ത്രിയുടെ അപ്പൻ എന്ന നിലയിൽ ജീവിക്കാനും മരിക്കാനും ദൈവം ഒരുക്കിയ മുഖാന്തരമായിരുന്നു അത് അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. തെറ്റുപറ്റാത്ത ദൈവം, എല്ലാം നന്നായി ചെയ്യുന്നവൻ. ഇവിടെ സഭ ചിതറിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. അതിൻ്റെ ഫലം ശമര്യർ ക്രിസ്തുവിനെ അറിയാൻ മുഖാന്തരമായി. എല്ലാം ദൈവിക പദ്ധതി. സുവിശേഷം പ്രസംഗിച്ചു എന്ന കാരണത്താൽ തുറുങ്കിൽ അടയ്ക്കപ്പെട്ട വ്യക്തിയായിരുന്നു ജോൺ ബനിയൻ. ഇന്ന് ലോകത്തിൽ വിശുദ്ധ വേദപുസ്തകം കഴിഞ്ഞാൽ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് പ്രത്യാശ പകരുന്ന പരദേശി മോക്ഷയാത്ര രചിക്കപ്പെട്ടത് ആ കാരാഗ്രഹ വാസകാലത്താണ്. ജോൺ ബനിയൻ്റെ കാരാഗ്രഹവാസത്തെ ബഹുജനത്തിന് അനുഗ്രഹ മുഖാന്തരമായി ദൈവം ഉപയോഗിച്ചു. സഭ പീഡിപ്പിക്കപ്പെട്ടു. ശമര്യർ ജീവന്റെ സുവിശേഷത്തിന് ഓഹരിക്കാരായി. നമ്മെ ഇത് ചിന്തിപ്പിക്കുന്നത്, നമുക്ക് പ്രതികൂലവും വേദനാജനകവും കൈപ്പേറിയതുമായ അനുഭവങ്ങൾ വരുമ്പോൾ അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് ഒരു പക്ഷെങ്കിൽ ചിന്തിച്ചേക്കാം. മുൻപോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് കരുതാം. എന്നാൽ എല്ലാം അനുഗ്രഹ മുഖാന്തരങ്ങളാക്കി തീർക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. സ്തെഫാനോസിന്റെ മരണം സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി. ശമര്യയിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ഫിലിപ്പോസിന് സാധിക്കുന്നു. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്കടുത്ത ചിന്തയിൽ പങ്കുവെക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ജീവിത അനുഭവങ്ങൾ ദൈവസന്നിധിയിൽ പകരാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരുണയിലും കൃപയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു. ജീവിതത്തിൻ്റെ തടസ്സങ്ങളും പ്രയാസങ്ങളും ക്രിസ്തുവിന് വേണ്ടി സഹിക്കപ്പെടുന്ന നൊമ്പരങ്ങളെല്ലാം അനുഗ്രഹ മുഖാന്തരങ്ങളാക്കി അവിടുന്ന് മാറ്റുന്നുവെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. സഭയുടെ ചരിത്രത്തിൽ കർത്താവെ, പരിശുദ്ധാത്മാവ് അങ്ങനെ പ്രവർത്തിച്ച് സഭയെ വിസ്തൃതമാക്കിയല്ലോ. അങ്ങനെ അടിയങ്ങൾക്കും ഇത് ലഭിപ്പാനും അതിൻ്റെ ഭാഗമാകുവാനും സാധിച്ചതോർത്ത് സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപ അടിയങ്ങൾക്ക് പകരണമേ. ഞങ്ങളുടെ ആലോചന നൽകണമേ. തളർന്നു പോകാതെയും തകർന്നു പോകാതെയും സൂക്ഷിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആഗ്രഹങ്ങളെ നിവർത്തിച്ച് പരിശ്രമങ്ങളെ ഫലകരമാക്കി പുതിയ വർഷത്തിൻ്റെ എല്ലാ ദിവസവും അവിടുന്ന് കൂടെയിരിക്കണമേ. യേശു മശിഹ മൂലം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.